മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 5-ാം അധ്യായത്തിലെ പ്രത്യുപകാരബോധം എന്ന പതികത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. അകക്കണ്ണിനാൽ കാണാനാകാത്ത പരമേശ, പുറംകണ്ണിനാൽ കാണാനാവാത്ത പരംജ്യോതി, പറക്കമുറ്റാത്ത പറവ കുഞ്ഞുപോലെ പാഴനാം ഞാനോ, പൊയ്യാമുടലുവിട്ട് നിന്നെ പുണരുവതറിയാതെ ഇന്ദ്രിയവശമാർന്നോൻ. ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി കഴിയുകയായിരുന്നു ഇതേവരെ. ഇവിടെ മാണിക്യവാചകർ പറയുകയാണ്, ശിവദർശനത്തിനു മുമ്പ് എൻ്റെ ജീവിതം തികച്ചും പാഴായിരുന്നു. കാരണമെന്താ? നിന്നെ അകക്കണ്ണിനാൽ കാണാനാകാത്ത പരമേശ്വര, അകക്കണ്ണുകൊണ്ടുപോലും കാണാൻ പ്രയാസമാണ് പരമേശ്വരനെ. അതേപോലെ പുറംകണ്ണിനാൽ കാണാനാകാത്ത പരംജ്യോതിയാണ്. പുറം ചക്ഷുസ്സുകൊണ്ട് നിൻ്റെ പരംജ്യോതിയെ കാണാനുമാകില്ല. അപ്പോൾ അകം കണ്ണിനാൽ കാണാനാകുന്നില്ല, പുറം കണ്ണിനാലും നിന്നെ കാണാൻ പ്രയാസമാണ്. അപ്പോൾ സാധാരണക്കാർക്ക് അകം കണ്ണിനാലോ പുറം കണ്ണിനാലോ പരംജ്യോതിയായ ശിവനെ കണ്ടെത്താൻ പ്രയാസമാണ്. അപ്പോൾ ശിവദർശനം കിട്ടുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. എന്താ കാരണം? ഇന്ദ്രിയങ്ങളാൽ അമർന്നിരിക്കുന്നവരാണ് നമ്മൾ, ഇന്ദ്രിയങ്ങൾക്കടിമയായിരിക്കുന്നവരാണ് നമ്മൾ. ഇന്ദ്രിയ സുഖത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോകുന്നവർക്ക് ആ ശിവദർശനം കിട്ടുക വളരെ പ്രയാസമാണ്. ഇന്ദ്രിയങ്ങളെ നിഗ്രഹം ചെയ്തവർക്ക്, ഇന്ദ്രിയങ്ങളെ അടക്കിയവർക്ക്, ഇന്ദ്രിയങ്ങളെ ഒതുക്കിയവർക്ക് മാത്രമേ ശിവദർശനം കിട്ടുകയുള്ളൂ. നോക്കൂ. അകങ്കണ്ണിനാൽ കാണാനാകാത്ത പരമേശ്വര, പുറംകണ്ണിനാൽ കാണാനാവാത്ത പരംജ്യോതിയെ. പിന്നെ നോക്കൂ. പറക്കമുറ്റിടാത്ത പാവക്കുഞ്ഞു പോലെ പാഴനാം ഞാനോ, ഉടലുവിട്ട് നിന്നെ പൂണുവാനറിയാതെ ഇന്ദ്രിയവശഗതനായിരുന്നു. അപ്പോൾ ഞാൻ പറക്കാൻ പറ്റാത്ത, പറക്കമുറ്റിടാത്ത ഒരു പറവ കുഞ്ഞായിരുന്നു ആദ്യം, ഒരു പക്ഷിക്കുഞ്ഞായിരുന്നു ഞാൻ. പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിക്കുഞ്ഞായിരുന്നു ഞാൻ. ചിറകുകൾക്ക് ബലം വയ്ക്കുമ്പോൾ മാത്രമേ ചിതാകാശത്ത് ഹോമപക്ഷിയെപ്പോലെ പറക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ പറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കേവലം പറവ കുഞ്ഞായി മാത്രം ഇരുന്നിരുന്ന കാലം, അതായത് ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിരുന്ന കാലം, എനിക്ക് നിൻ്റെ പുണ്യം അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിന്നെ അറിയാനോ നിന്നെ ഉൾക്കൊള്ളാനോ എൻ്റെ ആദ്യകാല ജീവിതത്തിൽ കഴിഞ്ഞില്ല. കാരണം എന്താ? ഞാൻ ഇന്ദ്രിയവശനായിരുന്നു, ഇന്ദ്രിയങ്ങൾക്കടിമയായിരുന്നു. ഇന്ദ്രിയങ്ങൾക്കടിമയായിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ശിവനെ കാണാൻ പറ്റില്ല. ആ ചിതാകാശത്തിലേക്ക് പറന്നുയരണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ആ ചിറകുകൾക്ക് പകരം ആത്മച്ചിറകുകൾ വിടർന്നു വിലസണം. എങ്കിൽ മാത്രമേ ആ ആത്മീയതയുടെ ചിറകുകളിൽ പറക്കുമ്പോൾ മാത്രമേ ചിതാകാശത്തേക്ക് മനുഷ്യപക്ഷിക്ക് പറക്കാൻ പറ്റൂ. അപ്പോൾ ആ ഹോമപക്ഷിയെ പോലെ ചിതാകാശത്ത് പറന്നു നടക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക തന്നെ വേണം. എനിക്ക് ആദ്യകാലത്ത് ഈ ഇന്ദ്രിയങ്ങളെ അടക്കാനോ ഒതുക്കാനോ നിയന്ത്രിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഒരു പറവക്കുഞ്ഞിനെ പോലെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ, ഈ അസ്ഥിപഞ്ജരത്തിനുമാകുന്ന കൂട്ടിനുള്ളിൽ കഴിഞ്ഞു കൂടുകയായിരുന്നു. പോറ്റി എന്നോതി നിലത്തുരുണ്ടു നിന്നെ ഞാൻ വാഴ്ത്തിയില്ല, ഏറിയ പ്രേമത്തോടെ നിന്നെ ഞാൻ വിളിച്ചതുമില്ല. ഏറ്റുമുട്ടിയ യമൻ മലർച്ചേവടികൾ ശരണാഗതിയാർന്ന പോലെ ആണെൻ്റെ വഴി. ഞാൻ ഇതേവരെ യമൻ്റെ വഴിയാണ്
തുടർന്നിരുന്നത്. അല്ലാതെ ശിവൻ്റെ വഴിയല്ല. യമൻ്റെ വഴി എന്ന് വെച്ചാൽ മൃത്യുവിൻ്റെ വഴി, മരണത്തിൻ്റെ വഴിയാണ്, ജനിമൃതികളുടെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. കാരണം എന്താ? ഏറ്റുമുട്ടിയ യമൻ്റെ കാലൻ്റെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. നമ്മളെല്ലാം കാലൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനേകം ജനിമൃതികൾ ഉണ്ടാകുന്നു. കാലൻ്റെ വഴിയല്ല, ശിവൻ്റെ വഴിയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും നാളും ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി കാലൻ്റെ വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. അതുകൊണ്ട് പോറ്റി എന്നോതി നിലത്തുരുണ്ടു നിന്നെ ഞാൻ വാഴ്ത്തിയില്ല. പോറ്റി എന്ന് വിളിച്ച ഭഗവാനെ എന്ന് വിളിച്ച് ഞാൻ കരഞ്ഞ് നിലവിളിച്ചില്ല. അപ്പോൾ നിനക്ക് വേണ്ടിയുള്ള ദാഹം, അല്ലയോ ഭഗവാൻ, നിന്നെ കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ പോറ്റി എന്ന് വിളിച്ച് നിലത്തുരുണ്ടെന്ന് ഞാൻ ആർത്ത് വിളിച്ചില്ല. പിന്നെയോ ഏറിയ പ്രേമത്തോടെ നിന്നെ ഞാൻ ഒട്ട് കണ്ടതുമില്ല. ഏറിയ പ്രേമത്തോടെ, വർദ്ധിച്ച പ്രേമത്തോടെ നിൻ്റെ അരികിലേക്ക് വരാൻ ഞാൻ ഇതേവരെ ആഗ്രഹിച്ചുമില്ല. അപ്പോൾ പ്രേമഭാവം, ശിവപ്രേമം എന്നിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവനോടുള്ള മഹാപ്രേമം എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നിനക്ക് വേണ്ടി ഞാൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് കാലൻ്റെ വഴി, ഇതുവരെ കാലൻ്റെ പിന്നാലെയാണ് ഞാൻ പാഞ്ഞു പോയത്, ജനിമൃതികളുടെ പിന്നാലെയാണ് ഞാൻ പാഞ്ഞു പോയത്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, നിന്നെ ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എൻ്റെ വഴി കാലൻ്റെ വഴിയായിരുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. രണ്ട് വഴികളുണ്ട്. ഒന്ന് യമൻ്റെ വഴി, മറ്റൊന്ന് ശിവൻ്റെ വഴി. ശിവൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് കാലൻ്റെ വഴിയെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യേണ്ടതില്ല. കാലൻ അയാളെ ഒരിക്കലും പിന്തുടരുകയില്ല. അതായത് നാശത്തിന്, മരണത്തിന് അയാൾ ഒരിക്കലും വിധേയനാകില്ല. ശിവവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ജനിമൃതികളെ ഭയപ്പെടേണ്ടതേയില്ല. അയാൾ ശിവൻ്റെ അഭയകരങ്ങളിൽ അമർന്നിരിക്കുന്നതോളം കാലം ആ മാർക്കണ്ഡേയനെ പോലെ അയാൾക്ക് ചിരഞ്ജീവിയായി ജീവിക്കാൻ കഴിയും. കൂറെഴുന്നോരെ കൂകി വിളിച്ചു കൊള്ളും പോലെ എന്നെയും വിളിച്ച് കൈക്കൊള്ളും അങ്ങ്. തേനോട് വണ്ട് ചേരും കൊന്നപ്പൂ ചൂഴുന്നോനെ, നടുവായി കീഴായി മേലായി ഇങ്ങ് നിറഞ്ഞോനെ, എള്ളിലെ എണ്ണ പോലെ നിൽക്കുന്നോരെൻ്റെ താതാ. പിന്നീട് നിന്നോടുള്ള ഭക്തിഭാവം എനിക്ക് വർദ്ധിച്ചു. അപ്പോൾ കൂറെഴുന്നോരെ കൂകി വിളിച്ചു കൊള്ളും പോലെ എന്നെയും വിളിച്ച് കൈക്കൊള്ളുമാറാകണമേ. പിന്നെ ഞാൻ ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ സമയം കൂറെഴുന്ന് കൂകി വിളിച്ചു കൊള്ളും പോലെ നിന്നെ ഞാൻ കൂകി വിളിച്ച് പ്രാർത്ഥിച്ചു. അതായത് വർദ്ധിച്ച ആവേശത്തോടെ നിനക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ ആലപിച്ച് നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്നെ സ്തുതിച്ചുകൊണ്ട്, എപ്പോഴും ഭ്രാന്തനെ പോലെ കൂകി വിളിച്ച് നിൻ്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞു. എന്നെയും വിളിച്ച് കൈക്കൊള്ളേണമാറാകണമേ. എന്നെ അങ്ങ് കൈക്കൊള്ളേണമേ, എന്നെ അങ്ങ് ആൾക്കൊള്ളേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ പിന്നാലെ ഞാൻ പാഞ്ഞ് ഭക്തിപരവശനായി നടന്നു. തേനോട് വണ്ട് ചേരും കൊന്നപ്പൂ ചൂടുന്നോനെ. തേനുള്ള കൊന്നപ്പൂവിൽ ഇരിക്കുന്ന വണ്ട്, അങ്ങനെ വണ്ട് ചേരും കൊന്നപ്പൂ ചൂടുന്നവനെ. അപ്പോൾ കൊന്നപ്പൂവാണ് അങ്ങ് ചൂടുന്നത്. അതെങ്ങനെയുള്ള വണ്ട്? തേൻ നുകരാൻ വേണ്ടി വരുന്ന വണ്ട് സ്ഥിതി ചെയ്യുന്ന കൊന്നപ്പൂവാണ് അങ്ങ് ചൂടുന്നത്. അതേപോലെ അങ്ങയിൽ ഒരു കൊന്നപ്പൂവിലെ വണ്ടിനെ പോലെ വന്നിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. തേൻ നുകരാൻ വേണ്ടി, ഭക്തിയുടെ തേൻ നുകരാൻ വേണ്ടി ഒരു വണ്ടിനെ പോലെ കൊന്നപ്പൂ ചൂടുന്നവനെ നിന്നെ ഞാൻ വന്ന് പ്രാപിക്കാൻ ആഗ്രഹിച്ചു. എള്ളിലെ എണ്ണ പോലെ നിൽക്കുന്നോരെൻ്റെ താത, അല്ലയോ എൻ്റെ പിതാവേ, എള്ളിലെ എണ്ണ പോലെയാണ് നിൽക്കുന്നത്.
എള്ളിൽ എപ്രകാരമാണോ എണ്ണ കുടികൊള്ളുന്നത് അതേപോലെ അങ്ങ് എന്നിൽ കുടികൊള്ളുന്നവനാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണമേ, എന്നെ ആൾക്കൊള്ളണമേ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. എൻ പിതാ, എൻ മാതാ, എൻ പുരാൻ, മറ്റേവർക്കും തന്തയും തായും തമ്പുരാനുമായി സ്വയം ഏതും ഇല്ലാത്തോൻ, മുന്നേ എൻ്റെ ഉള്ളിൽ കടന്നോനാർക്കും ചിന്തയാലറിയാത്ത ജ്ഞാനസമ്പത്തുമാർന്നോൻ. നീ ജ്ഞാനസമ്പത്ത് എനിക്ക് നൽകി. പിന്നീട് അങ്ങ് പ്രത്യക്ഷനായി എനിക്ക് ജ്ഞാനസമ്പത്ത് നൽകി. അതോടെ എൻ പിതാവായി തീർന്നു, എൻ്റെ മാതാവായി തീർന്നു, എൻ്റെ പുരാനായി, എൻ്റെ തമ്പുരാനായി മാറി. എല്ലാവർക്കും തന്തയും തായും തമ്പുരാനായി സ്വയമേതും ഇല്ലാത്തവൻ, എല്ലാവരുടെയും അച്ഛനും അമ്മയുമാണ് ശിവപാർവതിമാർ. അപ്പോൾ ഇവിടെ ശിവപാർവതിമാരെ ജഗത്തിൻ്റെ മാതാപിതാക്കളായിട്ടാണ് കവി കാണുന്നത്. ഇത് കാളിദാസനും ഇതേപോലെ തന്നെയാണ്. രഘുവംശം എഴുതിയപ്പോഴും ജഗതഹാ പിതരോ എന്ന് പറയുന്ന നാം പലപാട് കണ്ടതാണ്. ജഗതഹാ പിതരോ വന്ദേ പാർവതി പരമേശ്വരോ. ആ പാർവതി പരമേശ്വരന്മാരെ, ജഗത്തിൻ്റെ മുഴുവനും മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാർ എൻ്റെ പിതാവും എൻ്റെ അമ്മയും എൻ്റെ തമ്പുരാനുമായി വന്നു ചേർന്നു. പിന്നെ എൻ്റെ ഉള്ളിൽ കടന്ന് ചിന്തയാലറിയാത്ത ജ്ഞാന സമ്പത്ത് എനിക്കേകി. ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ, ചിന്ത കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റാത്ത ജ്ഞാനമാണ് നീ എനിക്ക് നൽകിയത്. അപ്പോൾ ശിവദർശനം കൊണ്ട് എന്നിൽ ജ്ഞാനം നിറഞ്ഞു. എൻ്റെ ഇന്ദ്രിയബോധമില്ലാതായി ഞാൻ ആത്മീയമായ സമ്പന്നമായ ഒരു സത്യലോകത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ചിതാകാശത്തിൽ ഒരു ഹോമം പക്ഷിയെപ്പോലെ എനിക്ക് പറന്നു നടക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതേ ഭാവതരംഗങ്ങൾ തന്നെയാണ് പട്ടിണത്ത് പിള്ളയാരുടെ കവിതയിലും നാം കാണുന്നത്. അതിലെ ചില ഗീതങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വാതുറ്റ തിൻതോൾ അണ്ണാമലയോൻ മലർപാദമതിനെ ബോധുറ്റു എപ്പോഴും പുകലുക നെഞ്ചേ. ഈ ഭൂതലത്തിൽ നീ ചേർത്ത സമ്പത്തെവിടെ, തേടിപ്പൂതച്ചു വച്ച ദ്രവ്യമെവിടെ. കാതറ്റ സൂചിയും കൂടെ വരില്ല കൂട്ടിനായി നിൻ അന്ത്യമാർക്കേ. വേദത്തിൽ ഉൾപ്പൊരുളായ മണ്ണാശ മങ്കൈവ വിട്ടുവിടുന്ന് ബോധിച്ച് വൻമൊഴി കേട്ടില്ലയോ. ചെയ്ത പുണ്യത്താൽ ആദിത്യചന്ദ്രൻ പോൽ വിളയാർന്നിടും വേളയിൽ കാൺകാതറ്റ സൂചിയും കൂടെ വരില്ല കൂട്ടിനായി നിൻ അന്ത്യമാർഗി. അർത്ഥവും വാഴും അഹമഴിയും വരെ മിഴിയമ്പെയ്ത് എറ്റിയ മാതിരും ആരും വീതി വരെ. വിമ്മി ഇരു കൈത്തലന്മേൽ വച്ച് കേഴും എന്തൊരു ഇടുകാടുവരെ പറ്റി നിന്ന നിൻ ഇരുകർമ്മ ഫലങ്ങൾ മാത്രം അങ്ങ് നിന്നോണേ. ചീയും കരുതിച്ചെഴുനീർ വഴുമ്പും ചെറിഞ്ഞുയർന്ന് പായും പുടവ ഒന്നില്ലെങ്കിൽ പകലിരവില്ലാതെ ഈച്ചയാതി ഉറുമ്പരിക്കും യോനിക്കുള്ളിലായി രാപ്പകലറ്റ് പെൺമായും മനുഷ്യരെയും മായാതെ വയ്ക്കും മരുന്നല്ലയോ നീ. അപ്പോൾ ഇന്ദ്രിയ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു മരുന്നാണ് അങ്ങെന്ന് പറയാം. അല്ലയോ ഭഗവാൻ, അല്ലയോ ശിവഭഗവാൻ, അങ്ങ് ഇതാ നോക്കൂ. വാതുറ്റ തിൻതോൾ അണ്ണാമലയോ ഞാൻ പാദമതിനെ ബോധുറ്റ എപ്പോഴും പുകലുക നെഞ്ചേ. അല്ലയോ നെഞ്ചേ, നീ എപ്പോഴും അണ്ണാമലദേവൻ്റെ സാക്ഷാൽ അഗ്നിശൈലമായ അണ്ണാമലയിലെ തിരുദേവൻ്റെ പാദമലരിനെ
പുകലുക നെഞ്ചേ. അല്ലയോ നെഞ്ചേ, നീ ശിവഭഗവാനെ നനയ്ക്കുക. ഈ ഭൂതലത്തിൽ നീ ചേർത്ത സമ്പത്ത് എവിടെ? നീ ഇതേവരെ കുന്നുകൂട്ടിയ സമ്പത്തൊക്കെ എവിടെ പോയി? തേടിപ്പുതച്ചു വച്ച ദ്രവ്യമെവിടെ? കാതറ്റ സൂചിയും കൂടെ വരില്ല. നിസാരമായ ഒരു സൂചി പോലും നീ മരിക്കുമ്പോൾ നിൻ്റെ കൂടെ വരില്ല. അന്ത്യമാർഗേ, നിൻ്റെ അവസാന കാലത്ത് ഒരു സൂചി പോലും, നീ സമ്പാദിച്ച കാതറ്റ ഒരു സൂചി പോലും നിൻ്റെ കൂടെ വരില്ല. അന്ന് കൂടെ വരുന്ന ആരാണ്? അണ്ണാമലയോൻ മാത്രമേ നിൻ്റെ കൂടെ വരികയുള്ളൂ. തിരുവണ്ണാമലയിലെ ആ ശിവഭഗവാൻ അഗ്നിജ്യോതിസ് മാത്രമേ നിൻ്റെ കൂടെ വരികയുള്ളൂ. വേദത്തിനുൾപ്പൊരുളായ മണ്ണാശ മങ്കൈവ വിട്ടവനെ ബോധിച്ച വൻമൊഴി കേട്ടില്ലയോ? വേദത്തിലെ മൊഴി നീ കേൾക്കുക. മണ്ണാശയുടെ പിന്നാലെയും മങ്കയുടെ പിന്നാലെയും പാഞ്ഞു പോകാതെ വേദത്തിൻ്റെ പൊരുളായ ശിവനെ നീ ഉൾക്കൊള്ളുക. ചെയ്ത പുണ്യത്താൽ ആദിത്യ ചന്ദ്രൻ പോൽ വെളിയാർന്നിടും വേളയിൽ നിനക്ക് കാണാൻ കഴിയും. നീ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി അല്ലയോ ഭഗവാൻ, അങ്ങേ എനിക്ക് കാണാൻ കഴിഞ്ഞു. അർത്ഥവും വാഴവും അഹമഴിയും വരെ ഈ ലോകജീവിതം തീരുന്നത് വരെ, അതായത് മരിക്കുന്നത് വരെ മാത്രമേ അർത്ഥവും അതേപോലെയുള്ള അഹമഴിയും വരെ, ഈ അഹംബോധം പോകുന്നത് വരെ അർത്ഥവും സമ്പത്തുമെല്ലാം വരെയുള്ളൂ. മിഴിയമ്പെയ്ത് അച്ചിമാരോടെ കൂടെ നീ ജീവിക്കല്ലേ. അപ്പോൾ നീ സ്ത്രീസുഖത്തിൻ്റെ പിന്നാലെ, ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ ഒരിക്കലും പാഞ്ഞു പോകരുതേ. വേദത്തിൻ്റെ മൊഴിയെ ഓർക്കുക. ഇതാണ് പട്ടണത്ത് പിള്ളയാർ തൻ്റെ ഗീതത്തിൽ പാടുന്നത്. അല്ലയോ ശിവഭഗവാനെ, അഗ്നിശൈലമായ അരുണാചല ശിവനെ, അങ്ങ് എനിക്ക് ദർശനം നൽകണമേ. എൻ്റെ ജീവിതകാലത്ത് മാത്രമേ ഈ അർത്ഥവും അതുപോലെ സമ്പത്തുമെല്ലാം എൻ്റെ കൂടെ വരുള്ളൂ. മരിക്കുമ്പോൾ കാതറ്റ ഒരു സൂചി പോലും എൻ്റെ കൂടെ വരില്ല. ഈ സത്യമോർത്ത് മങ്കയുടെ പിന്നാലെ പാഞ്ഞു പോകാതെ, അർത്ഥസുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകാതെ, അല്ലയോ മനസ്സേ, അല്ലയോ നെഞ്ചേ, നീ ആ അരുണാചലേശ്വരനെ നിരന്തരം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്നാണ് പട്ടണത്ത് പിള്ളയാർ ഈ കവിതയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാ സിദ്ധകവികളും പാടുന്നത് ഈ ഭാഗം മാത്രമാണ്. അപ്പോൾ ഇവിടെ മാണിക്യവാചകരുടെ കവിതയുടെ അതേ തീക്ഷ്ണഭാവങ്ങൾ തന്നെയാണ് ഈ കവികളുടെ, പ്രത്യേകിച്ചും സിദ്ധകവികളുടെ കവിതകളിലെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ മാണിക്യവാചകർ ഒരേ ഭാവം തന്നെ ഈ തിരുവാചകത്തിൽ പലപാട് ആവർത്തിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ആവർത്തനം. വീണ്ടും വീണ്ടും മനസ്സിനെ ശിവങ്കൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇന്ദ്രിയസുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകാതെ ഈ ആത്മീയ വഴിയിലൂടെ, ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ മനസ്സിന് കരുത്ത് നൽകുന്ന തരത്തിൽ വീണ്ടും വീണ്ടും ഈ ഭാവങ്ങളെ ആവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. എല്ലാവർക്കും വിഷുദിനാശംസകൾ. ഓം ശിവായ നമഃ.